നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC കഴിഞ്ഞ ദിവസം നടത്തിയ പിയൂൺ റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷൻ ആണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ റണ്ണിംഗ് ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് 50 ഡേയ്സ് റിവിഷൻ ടൈം ടേബിൾ വിത്ത് ഡെയിലി എക്സാം ആണ്. ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അസിസ്റ്റന്റ് സെയിൽസ്മാനിലേക്കും ഫയർമാനിലേക്കും ഒക്കെ വേണ്ടിയിട്ട് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളാം. പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ കോഴ്സിന്റെ വാലിഡിറ്റി പരീക്ഷ വരെ അല്ല, നിങ്ങൾക്ക് 6 മാസവും 3 മാസവും ഒക്കെ വാലിഡിറ്റി ഉണ്ട് കേട്ടോ. പരീക്ഷ വരെ മാത്രമല്ല. അപ്പൊ ഇനി വരുന്ന പരീക്ഷകൾക്കും നിങ്ങൾക്ക് കോഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ഉപകാരപ്പെടും. അതുപോലെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന കമ്പനി LGS, ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റാണ് കമ്പനി LGS. ഡിഗ്രിക്കാർക്കും എഴുതാൻ പറ്റും. ബെവ്കോ LD, VFA മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളൂ. ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ്. പിന്നെ 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പൊ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ആൻസർ കീ ഒന്ന് പരിശോധിച്ചാലോ. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിട്ടുള്ള സംഭവങ്ങളെ കാലഗണനാ ക്രമത്തിലാക്കുക. ഇവിടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ കാലഘടനാ ക്രമത്തിലാക്കുമ്പോൾ ആദ്യം നടന്നത് ഈഴവ മെമ്മോറിയൽ ആണ്. രണ്ടാമത് വൈക്കം സത്യാഗ്രഹം, മൂന്നാമത് ഗുരുവായൂർ സത്യാഗ്രഹം, നാലാമത് പാലിയം സത്യാഗ്രഹം. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെ ശരിയായ ജോഡി ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ ശരിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി ശരിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം ശരിയാണ്. അപ്പോ എല്ലാം ശരി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. 1916 പൂനെയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര്? DK കാർവേ ആണ്. DK കാർവേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നിസ്സഹരണ സമരം നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം. സന്യാസി കലാപം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ് സന്യാസി കലാപം നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്? ബോംബെയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ. അടുത്ത ചോദ്യം, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. അടുത്ത ചോദ്യം, ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെന്റിലെ ഏത് സഭയിലാണ്? ലോക്സഭയിലാണ് ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഹൈക്കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി 61ാം ഭരണഘടനാ ഭേദഗതി. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ശരി. സ്ഥിരം സഭ. 5 വർഷമാണ് സഭയുടെ കാലാവധി. അത് തെറ്റാണ്. രാജ്യസഭ സ്ഥിരം സഭയാണ്. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. അല്ല, രാജ്യസഭയിൽ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ 1ഉം 2ഉം ആണ് ശരി. അടുത്തത്, വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 മെയ് മാസം 2-ാം തീയതിയാണ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആര്? അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്കുവഹിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആര്? ഗുൽസാരിലാൽ നന്ദയാണ്. ഗുൽസാരിലാൽ നന്ദ. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പിട്ടത്? ചൈനയുമായിട്ടാണ് ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്.
മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപമെടുത്ത ആദ്യത്തെ സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലം ഏതാണ്? വാരണാസിയാണ്. വാരണാസി. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഹിരാക്കുഡ്, ഹിമ എന്ന് ഓർത്താൽ മതി, മഹാനദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 1, 3 വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഉത്തരം. സർദാർ സരോവർ നർമ്മദ നദി, കൃഷ്ണരാജ സാഗർ കാവേരി, നിസാം സാഗർ ഗോദാവരി. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ്. കേരളത്തിലെ ഏറ്റവും വിസ്തൃതമായ ബയോസ്ഫിയർ റിസർവ് അഗസ്ത്യമലയാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. പുനർഗേഹം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ. തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ കൊല്ലം ചെങ്കോട്ട. ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ലോകത്തില് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാകുന്നു. നിരപ്പായ താഴ്വരകൾ, ഡൂണുകൾ കാണപ്പെടുന്നു. സിവാലിക്കിലാണ് ഡൂണുകൾ കാണപ്പെടുന്നത്. അപ്പോൾ 1ഉം 4ഉം അല്ല, ബാക്കി 2ഉം ശരിയാണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നു. മഞ്ഞു മൂടിയ പർവ്വതങ്ങൾ. മലബാറിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുതി നിലയം നല്ലളം ആണ്. അടുത്ത ചോദ്യം, 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തതാണ്. സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. 2027 ഒളിമ്പിക് സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. ഷോർട്ട് കറണ്ട് അഫയേഴ്സിൽ എടുത്ത മിക്ക ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. പാമ്പാടും ചോലയാണ് ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അത് അറിയാമെങ്കിൽ ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ ഡി. കാരണം 1, 3 വരുന്നത് ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. മതികെട്ടാൻ ചോല 2003 ദേശീയോദ്യാനമായി. ഇരവികുളം, നീലഗിരി താർ, അതായത് വരയാടുകൾ, സൈലന്റ് വാലി, നീലഗിരി കുന്നുകൾ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രാദേശികമായ താപമർദ്ദ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ. ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന പ്രാദേശികവാദമായ ഉഷ്ണക്കാറ്റിനെ ഏതു പേരിൽ അറിയപ്പെടുന്നു? ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നു. ലൂ സ്ഥിരം ചോദ്യമാണ്. ലൂ. പെരിയാർ നദിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതില് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നു. ആ പ്രസ്താവന ശരിയാണ്. അപ്പോ 1 എന്തായാലും ശരിയാണ്. അപ്പൊ ABD ഇതിലേതോ എന്നാണ് ഉത്തരം. സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പൗരാണിക കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്ന പമ്പയാണ്. അപ്പോൾ 2ാമത്തെ തെറ്റാണ്. അപ്പൊ 2 ഓപ്ഷൻ അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അതായത് ഓപ്ഷൻ ബിയിലും 2 ഉണ്ട്, ഡിയിലും 2 ഉണ്ട്. അപ്പൊ ഏതാ ഉത്തരം? A ആണ് ഉത്തരം. അപ്പൊ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താം. 1ഉം 3ഉം 4ഉം ആണ് കറക്റ്റ് ഉത്തരം. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ തമിഴ്നാട്ടിലെ സുന്ദരമലയിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് ഈ നദി ഉത്ഭവിക്കുന്നത്. മുതിരപ്പുഴ ഈ നദിയുടെ പോഷക നദിയാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം ബേസ് ലെവലായിട്ടുള്ള കോഴ്സുകളാണ്. എല്ലാം ഞാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ എന്നോട് ഡയറക്ട്ലി ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ കയറി ജോയിൻ ചെയ്തോളാം. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. ഓക്കെ. K-സ്മാർട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? K-സ്മാർട്ട് എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിടുന്ന പദ്ധതി. ഇതും ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹർഷിത എഡ്യൂടെക് ആപ്പില് മന്ത്ലി കറണ്ട് അഫയേഴ്സും ഷോർട്ട് കറണ്ട് അഫയേഴ്സും എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ കോഴ്സിലും അവൈലബിൾ ആയിരിക്കും. നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്ന് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതം ഏത്? പെരിയാർ ടൈഗർ റിസർവ് ആണ്. പെരിയാർ ടൈഗർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ പഞ്ചായത്ത്. ഡിജിറ്റൽ സാക്ഷരത നേടിയത് പുല്ലമ്പാറയാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുങ്കുമപ്പൂർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതും കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കപ്പെടുന്നതുമായ മണൽ നിറഞ്ഞ ജൈവാംശമുള്ള മണ്ണാണ് കരേവ സോയിലാണ്. കരേവ മണ്ണ്. ഈർപ്പവാഹിയായ കാറ്റിന്റെ ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാറ്റിനെ തടഞ്ഞു നിർത്തുന്നത് കാരണം ആ പ്രദേശങ്ങളിൽ വലിയ തോതിൽ മഴ ലഭ്യമാകുന്നു. അതുകൊണ്ട് തന്നെ മറുഭാഗത്ത് മഴ കുറയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ മഴ കുറഞ്ഞ പ്രദേശങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? മഴനിഴൽ പ്രദേശങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ തെറ്റായവ തിരിച്ചറിയുക. അപ്പൊ തെറ്റായത് നോക്കാം.
കല്ലടയാറിന്റെ പതനസ്ഥാനം തെറ്റ്. മൺട്രോ തുരുത്ത് ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നു തെറ്റ്. അത് അഷ്ടമുടി കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട് കായൽ, അതായത് പുന്നമട കായലിലാണ്. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായൽ. അപ്പോൾ 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. ഓപ്പറേഷൻ ബ്രഹ്മ എന്ന ദൗത്യത്തിന്റെ ലക്ഷ്യം കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എടുത്തതല്ലേ. മ്യാൻമറിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ അടിയന്തര മാനുഷിക സഹായം നൽകുന്നതിനു വേണ്ടി ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ദൗത്യം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖവും ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് എന്നറിയപ്പെടുന്നതുമായ തുറമുഖം ഏതാണ്? നീണ്ടകരയാണ്. നീണ്ടകര. കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. സൈലന്റ് വാലി ഒരു ഉഷ്ണമേഖല നിത്യഹരിത വനപ്രദേശമാണ്. കേരളത്തിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. ഇത് രണ്ടുമാണ് ശരി. ചേരുംപടി ചേർക്കുക. ഇവിടെ കുറച്ച് സ്മാരകങ്ങൾ തന്നിട്ടുണ്ട്, അതുപോലെ കുറച്ച് നിർമ്മിതികൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കാം. കരുമാടിക്കുട്ടൻ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അതറിയാമെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിക്കൂടെ? 1ഉം 3ഉം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചന്ദ്രഗിരി കോട്ട കാസർഗോഡ് സ്ഥിതി ചെയ്യുന്നു. പുനലൂർ തൂക്കുപാലം കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. പുനലൂർ തൂക്കുപാലം കൊല്ലത്ത് സ്ഥിതി ചെയ്യുന്നു. വാഗൺ ട്രാജഡി മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. വാഗൺ ട്രാജഡി സ്മാരകം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഇവിടെ ബോക്സർ കലാപം അമേരിക്കയുമായി ബന്ധപ്പെട്ടതല്ല, ചൈനയുമായി ബന്ധപ്പെട്ടതാണ്. ബൂവർ യുദ്ധം, ബൂവർ യുദ്ധം ദക്ഷിണാഫ്രിക്കയാണ്. ശരി. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ തെറ്റ്. രക്തരഹിത വിപ്ലവം ഇംഗ്ലണ്ട്. അപ്പോൾ 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിക്കുന്ന സംസ്കൃത സന്ദേശ കാവ്യം ഏത്? കോകില സന്ദേശം. കോകില സന്ദേശം. ഭൂമിയുടെ ഉള്ളറയിലെ വിവിധ പാളികളുടെ പേരുകൾ ആണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉപരിതലത്തിൽ കാണപ്പെടുന്നത് ഭൂവൽക്കം, പിന്നെ മാൻഡിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായവ കണ്ടെത്തുക. തെറ്റായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1 തെറ്റാണ്, 4 തെറ്റാണ്, 6 തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാന്ന് നോക്കാം. 2ഉം 3ഉം 5ഉം. 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ആരും നിയമത്തിന് അതീതരല്ല. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. 2025 മാർച്ചിൽ അന്തരിച്ച വാൽ കിൽമർ ഏത് മേഖലയിൽ പ്രശസ്തനാണ്? ചലച്ചിത്ര രംഗം. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ഞാൻ കൃതികൾ ഉൾപ്പെടെ പഠിപ്പിച്ചതാണ്. സാറാ ജോസഫ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും ക്ലാസ്സിലെടുത്തതല്ലേ? ശാസ്താംപാറ. ശാസ്താംപാറ. കരിമ്പൻ എന്നത് ഏത് വിഭാഗത്തിൽ പെടുന്നു? കരിമ്പൻ എന്നത് ഫംഗസ് ആണ്. നാഗപതിവയ്ക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം പുതിയ SCERT ആണ്. കുരുമുളക്. മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിനെ സഹായിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഹൈപ്പോതലാമസ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. സിംല കരാർ ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ. യുനെസ്കോ അംഗീകാരം ലഭിച്ച കേരളീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റുമാണ്. ഇവിടെ PSC കൊടുത്ത ഉത്തരം കഥകളി കൊടുത്തിട്ടുണ്ട്. കഥകളി ഇല്ല. കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇവിടെ 2ാമത്തെ പ്രസ്താവന ശരിയാണ്. വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ്. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് ഇവ. 2ഉം ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശാസ്ത്രജ്ഞരും കണ്ടുപിടുത്തങ്ങളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ JJ തോംസൺ. ഓക്കെ, അത് മാത്രമാണ് ശരി. പ്രോട്ടോൺ കണ്ടുപിടിച്ച റുദർഫോർഡ്, ന്യൂട്രോൺ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. താഴെ പറയുന്ന പദാർത്ഥങ്ങളിൽ ഏതിൽ നിന്നാണ് വളരെ എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും സിങ്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത്? കലാമിനാണ്. സിങ്കിന്റെ അയിരാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് മൂലകത്തെ സൂചിപ്പിക്കുന്നു? ന്യൂട്രോൺ കാണപ്പെടുന്നില്ല. ന്യൂട്രോൺ കാണപ്പെടാത്തത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. മാസ് നമ്പർ 1 ഹൈഡ്രജൻ. ഹെൻറി കാവൻഡിഷ് ആണ് കണ്ടെത്തിയത്. ഏത് മൂലകം? ഹൈഡ്രജൻ. താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. ശരി.
തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. എല്ലാം ശരിയാണ്. 2023 രസാന്തര നൊബേൽ സമ്മാനം ലഭിച്ചത് എന്തിന്റെ കണ്ടുപിടുത്തം? എപ്പോഴും ചോദിക്കാറുണ്ട്. ക്വാണ്ടം ഡോട്ട്സിന്റെ കണ്ടുപിടുത്തം. DRDOയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്താണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട്? സുന്ദാലാൻഡ്. മലമ്പനി രോഗകാരിയായ പ്ലാസ്മോഡിയം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാനാണ് ഉപയോഗിക്കുന്നത്? സാൽമൊണല്ല ടൈഫി. രക്തത്തിൽ കാണപ്പെടുന്ന ഫാഗോസൈറ്റിക് കോശം ഫാഗോസൈറ്റോസിസ് നടത്തുന്നത് മോണോസൈറ്റ്. ഒരു കാർഡിയാക് സൈക്കിൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. എലിപ്പനിക്ക് കാരണമായ രോഗകാരിയുടെ പേരെന്ത്? ലെപ്റ്റോസ്പൈറ. ക്ഷയരോഗം പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്ന വാക്സിന്റെ പേര്? BCG. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് 9 to 11 mg. മസ്തിഷ്കത്തെ പൊതിഞ്ഞു കാണുന്ന സ്തര പാളി ഏത്? മെനിഞ്ചസ്. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ഏത്? ജീവകം K. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്? ജൂലൈ 28. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. അമീബിക് മെനിഞ്ചോ എൻസഫൈലിറ്റീസിന് കാരണമാകുന്ന രോഗകാരി ഏത്? നെഗ്ലേറിയ ഫൗലേറിയാണ്. 2023 കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾക്കുള്ള ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് ലഭിച്ചത് ഏത് ആരോഗ്യ പദ്ധതിക്കാണ്? ആശാധാര. താഴെ പറയുന്നവയിൽ ശരി ഏത്? ഓപ്ഷൻ സി ആണ് ശരി. 20ന്റെയും 30ന്റെയും ഉസാഖ 10 ആണെങ്കിൽ അവയുടെ ലസാഗു എത്ര? 60. 8/3യുടെ 3/4 ഭാഗം എത്രയാണ്? 2. 726 സെന്റിമീറ്റർ നീളമുള്ള ഒരു കയറിനെ 100 തുല്യ ഭാഗങ്ങളായി മുറിച്ചാൽ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്ര? 7.26 സെന്റിമീറ്റർ. 8² + 9² വില കാണുക. 145. ഒരു ബാസ്കറ്റ് ബോൾ കളിക്കാരന്റെ 6 കളികളുടെ ശരാശരി സ്കോർ 18 പോയിന്റ് ആണ്. അടുത്ത കളിയിൽ അയാൾ 25 പോയിന്റ് എടുത്താൽ പുതിയ ശരാശരി സ്കോർ എത്രയാണ്? 19. √64 + √100 8 + 10 ആണ്. എത്ര? 18 ആണ് വാല്യൂ. ഒരു വ്യക്തി 1200 രൂപയ്ക്ക് വാങ്ങിയ ഒരു വീട്ടുപകരണം 1500 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭശതമാനം എത്രയാണ്? 25%. ചിത്രത്തിൽ അടയാളപ്പെടുത്തിയ കോൺ കണ്ടുപിടിക്കുക. ഇവിടെ ഉത്തരം വരുന്നത് 70 ആണ്. 70. ഒരു സൈക്കിൾ സവാരിക്കാരൻ 45 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നുവെങ്കിൽ അയാളുടെ ശരാശരി വേഗത 15 km/h. വില കാണുക. 5 + 3 / 2 + 4² = 20. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 2, 6, 12, 20 -30 ആണ് ഉത്തരം. താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ അഭാജ്യ സംഖ്യകളുടെ സെറ്റ് തിരിച്ചറിയുക. 2, 3, 5, 11. 0 ഏത് തരത്തിലുള്ള സംഖ്യയാണ്? 0 എന്നാൽ പൂർണ്ണസംഖ്യയുമാണ്, രേഖീയ സംഖ്യയുമാണ്. താഴെ പറയുന്നവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. 28. ബാക്കിയെല്ലാം സ്ക്വയേഴ്സ് ആണ്. താഴെ പറയുന്ന അക്ഷരങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിച്ച് ഒരു ഗണിതശാസ്ത്രപരമായ ഉപകരണത്തിന്റെ പേരെഴുതിയാൽ പ്രൊട്രാക്ടർ ആണ്. ഇതിനെ ഒന്ന് തിരിച്ചൊന്ന് എഴുതി നോക്കുകയോ ഒന്ന് ക്രമീകരിച്ച് നോക്കിയ പ്രൊട്രാക്ടർ ആണ്. സീതയ്ക്ക് അവളുടെ മകന്റെ 3 മടങ്ങ് പ്രായമുണ്ട്. രണ്ടുപേരുടെയും വയസ്സുകളുടെ തുക 60 ആണ്. മകന്റെ വയസ്സ് എത്ര? 15. ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 മണിക്ക് രാവിലെ 10 മണിക്ക് യാത്ര തിരിക്കുന്ന ഒരു ബസ് ഉച്ചയ്ക്ക് 1 PM അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നുവെങ്കിൽ യാത്രക്കെടുത്ത സമയം എത്രയാണ്? 3 മണിക്കൂറാണ് എടുത്തത്. 3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാം? 15. 65 പേരുള്ള ക്ലാസ്സിൽ സിദ്ധാർത്ഥ് മുന്നിൽ നിന്ന് 37ാമതാണ് എങ്കിൽ പിന്നിൽ നിന്നും സിദ്ധാർത്ഥിന്റെ റാങ്ക് എത്ര? 29. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കണം. കറണ്ട് അഫയേഴ്സ് നമ്മുടെ ക്ലാസ് തന്നെ ഫോളോ ചെയ്താൽ മതി.
അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. നമ്മുടെ ക്ലാസ്സിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിച്ചാൽ പ്രൂഫ് വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ കോഴ്സുകളെല്ലാം നടന്നു വരികയാണ്. ഈ കറണ്ട് അഫയേഴ്സ് വളരെ ഡീപ്പായിട്ട് നമ്മുടെ ആപ്പിലും എടുക്കുന്നുണ്ട്. എല്ലാ കോഴ്സിലും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും വേഗം തന്നെ കോഴ്സുകൾ എടുത്തോണേ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.